ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ മകള് സിനിമയിൽ അഭിനയിക്കും. ഒരു ദിവസം എന്നോട് ഒന്ന് ചോദിച്ചു, അച്ഛാ നാഗാർജുന അങ്കിളിങ്ങനെ പറയുന്നു ഒരു പടത്തിൽ അഭിനയിക്കാമോ? ഞാൻ ചോദിച്ചു നിന്നെക്കൊണ്ട് കഴിയുമോ? അവരങ്ങനെയൊക്കെ പലതും പറയും, നമ്മുടെ കഴിവിനെ കുറിച്ച് ബോധം ഉണ്ടാവണം. അപ്പം എന്നോട് പറഞ്ഞു ഒന്ന് ശ്രമിച്ചു നോക്കാൻ, നഷ്ടപ്പെടാമൊന്നുമില്ലല്ലോ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കല്യാണി അഭിനയിക്കാൻ തുടങ്ങിയത്. എൻ്റെ വിറ്റെന്താന്ന് വെച്ചാൽ അങ്ങനെ അഭിനയിക്കാനൊക്കെ തുടങ്ങി. ഇപ്പോൾ ഈ ട്രയൽ കണ്ടപ്പോഴും എനിക്കതാണ് തോന്നിയത്. ഈ ആൻ്റണി എന്ന് പറഞ്ഞ പടം തൊട്ട് ആളുകൾ എടുത്തിട്ട് ചവിട്ടുകയും കുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്തും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കണ്ടു. എനിക്കൊരു മകളെന്നുള്ള രീതിയിൽ ഐ കനോട്ട് ഇമാജിൻ ദാറ്റ് ഷീ ക്യാൻ ഡു ഓൾ ദീസ് തിങ്സ്. ബട്ട് അതാണല്ലോ സിനിമയുടെ മാജിക് എന്ന് പറയുന്നത്. സോ എനിവേ whatever has to happen as long as ഇപ്പം ഈ സിനിമ കാണുമ്പോൾ എനിക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ച വാക്കേ ഉള്ളൂ. മക്കളെപ്പോലുള്ളവർ എടുക്കുന്ന സിനിമയ്ക്ക് അച്ഛനെപ്പോലുള്ളവരുടെ പ്രാർത്ഥന ഉണ്ടാവണം. സോ ഐ എം വിഷിങ്, ഞാൻ എം പ്രേയിങ് ഒരു ലോക ഹിറ്റാവട്ടെ എന്ന്. അത്രയേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ബ്യൂട്ടിഫുൾ. വാക്കുകൾക്ക് അതീതമാണ്. അത് ഫ്രണ്ടിൽ നിന്ന് കേൾക്കുമ്പോൾ വി ക്യാൻ സീ ദാറ്റ്. നസ്ലിൻ എൻ്റെ ഫേവറേറ്റ് ആക്ടറാണ്. സത്യം പറഞ്ഞാൽ ഞാൻ വിഷ്ണു വിജയമൊക്കെ കാണുന്ന സമയത്ത് കമൽഹാസനെ പോലൊരു നടനെ കണ്ടിട്ടുണ്ട്. ഒരു ഭയങ്കര ഇന്നസെൻസും എന്നാൽ നല്ല കള്ളനാണെന്ന് നമുക്ക് മനസ്സിലാവും. കമൽഹാസൻ്റെ കൂടെ അതേ സാധനം രണ്ടാമത് ഇറങ്ങിയിരിക്കുകയാണ് നസ്ലിനായിട്ട്. ഒരു ചെറിയ കള്ളനുണ്ടെന്ന്. അതുപോലെ തന്നെ ഇവിടെ നിൽക്കുമ്പം ചാക്കോച്ചിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ചോദിക്കാന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കണ്ട ഏറ്റവും മികച്ച പ്രണയ സിനിമകളും ഗംഭീരമായിട്ടുള്ള സിനിമകൾ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് പ്രിയൻ സാറ്. ഈ കോംബോയിൽ ഒരു സിനിമ വന്നിട്ടില്ല ചാക്കോച്ചൻ. എല്ലാ നടന്നിട്ടില്ല എന്ന് പറയുന്നതാണ് കറക്റ്റ്, വന്നിട്ടില്ല എന്ന് പറയുന്നതല്ല. ശരിക്കും ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, ഞാൻ ഇന്നിപ്പം എന്നോട് ചോദിച്ചു 100 ആയോ എന്ന് ചോദിച്ചു. ഇല്ല, 98 ആയുള്ളൂ. 100 ആകുമോ എന്നിപ്പോഴും നിശ്ചയമില്ല. അത് കാരണം എന്ന് വെച്ചാൽ സിനിമകൾ സംഭവിച്ചു പോകുന്നതാണ്. ഇപ്പം തന്നെ ഡൊമിനിക് പറഞ്ഞാൽ 8 വർഷമായിട്ട് സിനിമ ചെയ്തിട്ടില്ല. ഞാൻ പുള്ളിക്കാരൻ്റെ പേഷ്യൻസിനെ ഞാൻ സമ്മതിച്ചെടുക്കുന്നു. നമ്മളെ സംബന്ധിച്ചൊക്കെ നമ്മൾ സിനിമ ചെയ്യുന്ന സമയത്ത് അങ്ങ് ജയിക്കോ തോക്കുമോ എന്നൊന്നും ആലോചിക്കില്ല. സിനിമ ചെയ്യുന്ന ഒരു ഹരമാണ്, അങ്ങ് ചെയ്തു പോകുന്നു. അങ്ങനെയാണ് ഇതുവരെ എത്തിയത്. ഇപ്പോഴും ഒരുപാട് സിനിമകൾ മോശമായിട്ടുണ്ട്, ഒരുപാട് സിനിമകൾ നന്നായിട്ടുണ്ട്. അത് ഒരു ഫിലിം മേക്കറിൻ്റെ ലൈഫിലുള്ള കാര്യമാണ്. അതുകൊണ്ട് സിനിമ എടുക്കുന്നു എന്ന് പറയുമ്പോൾ അധികം ഭയപ്പെടേണ്ടതില്ല. നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക. ചിലപ്പോൾ അത് തെറ്റായി പോവാം, ചിലപ്പോൾ അത് ശരിയായി വരാം. പക്ഷേ രണ്ടും സംഭവിക്കും സിനിമയിൽ. അതുകൊണ്ട് നമ്മുടെ സിനിമാ ജീവിതം മുമ്പോട്ട് പോകും. കുറേ കാലം കഴിഞ്ഞ് ആലോചിക്കരുത് എനിക്ക് ഇങ്ങനെയൊക്കെ 2-3 സിനിമ എടുക്കാനുണ്ടായിരുന്നു, അതിപ്പോൾ എടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന്. സോ ഐ തിങ്ക് വി ഷുഡ് സേ ഫിലിം ഈസ് നമ്മുടെ എല്ലാം ഏറ്റവും വലിയൊരു പാഷനാണെന്ന്. ഓക്കെ, ആ പാഷനുള്ളവരാണ് ഈ ജോലിക്ക് ഇറങ്ങുന്നത്. ആ പാഷൻ കീപ്പപ്പ് ചെയ്യുന്നിടത്തോളം കാലം വിൽ ഗോ ഫോർവേഡ്. ഇതുപോലെ ഉള്ള ആൾക്കാരെല്ലാം ആ പാഷനാണ്. ഫെയിലിയർ ഒന്നും അവരെ എഫക്റ്റ് ചെയ്തിട്ടില്ല. ദേ ആർ സ്റ്റിൽ ഗോയിങ് ഫോർവേഡ് ആൻഡ് പീപ്പിൾ ആർ സ്റ്റിൽ ലൈക്കിംഗ് ദം. സോ ഐ തിങ്ക് ലെറ്റ്സ് ഡു അവർ ജോബ്, ലെറ്റ് ദ റിസൾട്ട് കം. ദാറ്റ്സ് ഇറ്റ്. ആബ്സല്യൂട്ട്ലി ഇൻസ്പയറിംഗ് സാർ. ചക്കച്ച, ട്രെയിലർ വിശേഷങ്ങൾ പിന്നെ കണ്ടിട്ടുള്ള ഒരുപാട് സന്തോഷം. ഏറ്റവും കൂടുതൽ സന്തോഷം ദ ലിവിങ് ലെജൻഡ്സ് ഇൻ ദ ഇന്ത്യൻ ഇൻഡസ്ട്രി, മലയാളം അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻഡസ്ട്രിയിലുള്ള ലിവിങ് ലെജൻഡ്സിനോടൊപ്പം ഈ വേദി പങ്കിടാൻ സാധിച്ചു എന്നുള്ളതാണ്. ആൻഡ് രാജേഷിൻ്റെ നാക്ക് പൊന്നാവട്ടെ, ഈ പറയുന്ന പോലെ ഇവരോടൊപ്പം വർക്ക് ചെയ്യാനായിട്ടൊരു അവസരം ഉണ്ടാവട്ടെ. ലോകയുടെ ട്രെയിലർ ലോഞ്ചിന് വന്നപ്പോൾ എനിക്ക് തോന്നിയ വേറൊരു രസകരമായൊരു കാര്യം, ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് വന്നത്. വീട്ടിൽ നിന്ന് വന്നിട്ട് വേറൊരു വലിയ വീട്ടിലേക്ക് വന്നൊരു പ്രതീതിയാണ് ഇവിടെ നമ്മുടെ ഈ റെഡ് കാർപ്പറ്റ് വാക്കിലൂടെ വന്നപ്പോൾ തോന്നുന്നത്. കാരണം ഒരുപാട് പരിചിത മുഖങ്ങൾ, ലൈക്ക് സ്പൈഡർമാൻ, അയൺമാൻ, ഇതൊക്കെ വീട്ടിൽ എൻ്റെ ചോട്ട ഓരോരോ ദിവസങ്ങൾ ഓരോരോ കഥാപാത്രങ്ങളിൽ മാറുമ്പോൾ, ഇവൻ മിന്നൽ മുരളിയാണെങ്കിലും എല്ലാം അങ്ങനത്തെ ഓരോ കഥാപാത്രങ്ങൾ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ വന്ന് നേരെ വീട്ടിലോട്ട് കയറി വന്നൊരു പ്രതീതിയായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഒരുപാട് ഞാൻ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്തിട്ടുള്ള ഞാൻ സ്നേഹിക്കുന്ന മലയാള സിനിമയിലെ ഒരുപാട് ആൾക്കാർ, ടെക്നീഷ്യൻസ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും മീഡിയ പേഴ്സണാലിറ്റീസ് ആണെങ്കിലും എല്ലാവരും. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ ഹോം കമ്മിങ് അഗെയിൻ.
പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ടീസർ കണ്ടു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് വേറൊരു ലോകം തന്നെയാണെന്നുള്ളത് ആ വാക്ക് ആ ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ. ആൻഡ് ബിഗ് കൺഗ്രാറ്റ്സ് ടു ഓൾ ദ ടീം. ഇറ്റ് ഈസ് എ വണ്ടർഫുൾ മൈൻഡ് ബ്ലോയിങ് ദ ട്രെയിലർ. അതേപോലെ തന്നെ പ്രിയേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ലോക ഹിറ്റായിട്ട് മാറട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. കാരണം മലയാള സിനിമ നമുക്കെന്നറിയാം, ഇന്ത്യൻ സിനിമയിൽ തന്നെ അല്ലെങ്കിൽ ലോക സിനിമ നിലവാരത്തിലേക്ക് തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള കോണ്ടന്റ് ഡ്രിവൺ ആയിട്ടുള്ള സിനിമകൾ നൽകുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. സോ ആ ഒരു തലത്തിലേക്ക് ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും കോണ്ടന്റിൻ്റെ കാര്യത്തിലാണെങ്കിലും പെർഫോമൻസ് അല്ലെങ്കിൽ ഏത് രീതിയിലാണെങ്കിലും ടെക്നിക്കൽ എക്സ്പെർട്ടീസിലാണെങ്കിലും എല്ലാ രീതിയിലും ഇതൊരു ബെഞ്ച് മാർക്ക് മൂവിയായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ആൻഡ് ലെറ്റ് ഇറ്റ് ബി എ വിന്നർ. ഓൾ ദി ബെസ്റ്റ് ടു ദ എൻ്റയർ ടീം. പിന്നെ എടുത്ത് പറയേണ്ടത്, ഇതിൽ അഭിനയിച്ച് ഈ സിനിമയിൽ അഭിനയിച്ച ഒരാളോട് എനിക്ക് വ്യക്തിപരമായ ചെറിയൊരു വൈരാഗ്യമുണ്ട്. ഇപ്പം തന്നെ തല കുനിച്ചു. അതാണ് എൻ്റെ സിനിമകൾ കണ്ടിട്ട് കൂവിയ ഒരാൾ ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുമുണ്ട്. ആ വ്യക്തിയെ ഈ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി കുറച്ചും കൂടെ അല്ലേ? അല്ല, എൻ്റെ മുഖത്ത് നോക്കി കൈയടിക്കടാ എന്ന് പറയണമെന്നൊരു ആഗ്രഹമുണ്ട്, കൈയടിപ്പിക്കണമെന്നും ആഗ്രഹമുണ്ട്. എൻ്റെ കൂടെ നിൽക്കുന്ന ആരൊക്കെയുണ്ട്? ഹേയ്, നീ വിളിച്ചില്ലല്ലോ, ഞാൻ വിളിച്ചോ? ഇല്ലല്ലോ. ഞാൻ ഏറ്റ് അല്ലേ? കൈയടിച്ചോ? താങ്ക് യു. മറ്റേ നീ പോയി പണി നോക്കടാന്ന് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പണി പോയായിരുന്നു. ഇല്ല, താങ്ക് യു. അപ്പം എൻ്റെ വളരെ ആത്മാർത്ഥമായിട്ടുള്ളൊരു സുഹൃത്തും കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ അച്ഛനും എൻ്റെ സുഹൃത്തുമായ സലീം കുമാർ. അപ്പോൾ അറിയാവുന്ന പോലീസുകാരൻ്റെ വീട്ടിൽ നിന്ന് തന്നെ രണ്ടിടി കിട്ടുക എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു അനുഭവമാണ്. സോ എനിവേ താങ്ക് യു. സോ ഹാപ്പി ടു സീ ഇത് വേറൊരു ഡിഫറെൻറ്റ് ഒരു അറ്റയറിലും ഒരു ഗെറ്റപ്പിലും ചന്തുവിനെ കാണാനായിട്ട് സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു മുത്തേ.